എവിടെ പോണം ഗൈസ്? ബീച്ച് കാണാൻ പോകും. അപ്പൊ നമ്മളെങ്ങോട്ടാണ് പോണം? വർക്കല ബീച്ച് കാണാൻ പോവുകയാണ്. തിരിഞ്ഞു നോക്കടേ, എന്തോന്നറിയോ? വർക്കല ബീച്ച് കാണാൻ പോവുകയാണ്. ഹായ്, നമ്മള് പോവുകയാണ്. ഇതാണ് നമ്മളെ പാർക്ക്. അത് എല്ലാവർക്കും അറിയാം. പൊങ്ങച്ചം കാണിക്കണമെന്ന് വിചാരിക്കും, പക്ഷെ നമ്മളെ പാർക്കിന് നമുക്ക് കാണിച്ചല്ലേ പറ്റുള്ളൂ. നമ്മളെ പാളയം പാർക്ക്. ഓക്കെ, അപ്പം നമ്മൾ പോവുകയാണ്. ഗെറ്റ് റെഡി. ഓക്കെ, സ്റ്റാർട്ട്. ആൽത്തറ ജംഗ്ഷൻ ആവാറായി. ആൽത്തറ വെള്ളല്ലൂർ ആൽത്തറയാണ്. വെള്ളല്ലൂർ ആൽത്തറ എന്ന് പറഞ്ഞാൽ വെള്ളല്ലൂർ അടുത്തല്ല, വെള്ളല്ലൂർ എത്തുന്നതിന് മുമ്പാണ് ആൽത്തറ. പാളയം ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് ആൽത്തറ. കുറെ പേര് കമന്റിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ആൽത്തറ നമുക്ക് അറിഞ്ഞൂടാ, ആൽത്തറ നിങ്ങൾ കാണിച്ചു തരണ്ട. പക്ഷെ ആൽത്തറ ഞാൻ കാണിക്കും ഗൈസ്, കാണിക്കും ഞാൻ ആൽത്തറ. ഇനി അടുത്ത സ്റ്റോപ്പിലോട്ട് എത്തേന്. ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരണം, നമ്മൾ ബസ്സിൽ പോകുന്നതുകൊണ്ടാണ് പറയുന്നത്. ദിസ് ഈസ് ജീപ്പിംഗട എന്ന് പറയും. ജീപ്പിംഗട. അപ്പൊ ഇതെന്തൊരു സ്ഥലം? ഇതാണ് ജീപ്പിംഗട. ദിസ് ഈസ് ജീപ്പിംഗട. ഇവിടെ നല്ല അടിപൊളിയാണ്. മഴയൊക്കെ പെയ്യുമ്പോ ഇവിടെ വേറൊരു വൈബാണ് ഗൈസ്. നിങ്ങൾ കാണണം. കണ്ടില്ലേ? ഇത് നമ്മളെ അപ്പൂപ്പന്റെ കടയാണ്. കളവ് ഇവിടെ ഇല്ലേ? ഉണ്ട് ഇവിടെ നമ്മളെ സിനിമാതാരം. ഇരിക്കണ കണ്ട, ഉരുട്ടിരിക്കുകയാണ്. പോവാ. ഇതാണ് ഗൈസ് വെള്ളല്ലൂര്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതെന്തിന് ഇവക്ക് വട്ടാണോ, നമുക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ കുറെ പേര് വിചാരിക്കും. ഇത് നമ്മളെ നാടിനെ കുറിച്ച് അറിഞ്ഞൂടാത്തവരെയാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ചോദിക്കും നീ ഈ നാട്ടുകാരിയാണ്. ഞാൻ ഇപ്പൊ ഇവിടെ ഈ നാട്ടുകാരി തന്നെയാണ്. ഇവിടെ താമസിക്കുമ്പോൾ ഞാൻ ഈ നാട്ടുകാരി തന്നെയാണ് ഗൈസ്. അല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് നമ്മുടെ ഇതാണ് വട്ടക്കൈത. കല്ലമ്പലം എത്തുന്നതിനുള്ള സ്റ്റോപ്പ്. കല്ലമ്പലത്തോട്ട് പോകാനുള്ള കുരിശിമുക്കിലോട്ട് തിരിയാനുള്ള സ്ഥലത്തെത്തി. പാലത്തോട്ട് കല്ലമ്പലം, ഇടത്തോട്ട് നഗരൂർ. നമ്മൾ കല്ലമ്പലത്തോട്ടാണ് പോകണം. ആൾക്കാർ വിചാരിക്കും ഓ ഇതുങ്ങൾ എന്തേരാണ് ഈ പറഞ്ഞു തരണേ. അറിയണ്ടേ? പോവാൻ കുറെ പേര് നമ്മൾ എന്തെങ്കിലും വീഡിയോ ഇട്ടാലേ ആൽത്തറ എനിക്കറിയാം, അത് പ്രത്യേകിച്ച് പറയണ എന്തിനാണെന്ന് അറിയാമോ? ഒരുത്തന് വെള്ളല്ലൂര് എനിക്ക് അതിനെപ്പറ്റി അറിയാന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ലൈവ് ഇടുന്നത് വിഷയമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ സീറ്റ് ബെൽറ്റ് കൊണ്ട് ഇട്ടേക്കുന്നത്. കാര്യം ഒരാൾ ഇന്ന് കമന്റ് ഇട്ടേക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? നമ്മള് ബസ്സിന് ഓട്ടത്തിൽ ലൈവ് ഇടുന്ന കക്ഷികളാണെന്ന് പ്രത്യേകം ഡോട്ട് ചെയ്ത് അയച്ചേക്കുന്നത്. അതൊക്കെ എന്തോന്നുള്ള ഇത്രയും അസൂയുള്ളവർ ഒരു കാര്യം ചെയ്യണം. എന്തിനാണെന്ന് എന്ന് അറിയാമോ? ആവാറായി. ഓരോ ആൽമരം കാണുമ്പോഴും ഞാൻ എടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശിവഗിരി. വർക്കല മൈതാനം എന്ന് പറയണം അതിമനോഹരമായ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. ആൾക്കാർ വിചാരിക്കുമോ പുതുമാണികൾ നമുക്ക് അറിഞ്ഞൂടാത്തവർക്ക്. പക്ഷെ നമ്മളെ നാടിനെ കുറിച്ച് അറിഞ്ഞൂടാത്തവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? കണ്ടില്ലേ? ദിസ് ഈസ് വർക്കല ആയിരിക്കുന്നു. നമുക്ക് എനിക്ക് വർക്കലേ പോണ്ട, കാപ്പിൽ ബീച്ച് പോയാൽ നമുക്ക് കാപ്പിൽ പോവാം. ഓക്കെ, നമ്മൾ കാപ്പിൽ ബീച്ചിലോട്ടാണ് ഇപ്പോൾ പോകണം. വർക്കല ബീച്ച് നമ്മൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. വർക്കല നഗരസഭ ബസ് സ്റ്റാൻഡ്. ദിസ് ഈസ് ബസ് സ്റ്റാൻഡും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വർക്കല റെയിൽവേ സ്റ്റേഷൻ, ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയാം. ഭയങ്കര ബ്ലോക്കാണ് ഗൈസ്. അപ്പോൾ പയ്യെ നോക്കി കണ്ടൊക്കെ പോകണം. ഏതോ ട്രെയിൻ വന്നതിൻ്റെ തിരക്കാണത്. സത്യം പറഞ്ഞാൽ ഇതുവഴി പോകുമ്പോൾ നല്ല കൂളിംഗ് ഉണ്ടല്ലേ, മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അല്ലേ? ആ ചൂടില്ല. നമ്മളിപ്പോൾ വന്ന പോലെ ആ ഒരു ചൂടില്ല. നല്ലൊരു തണുത്ത അന്തരീക്ഷം. ഇങ്ങോട്ട് കയറിയപ്പോൾ മരങ്ങളുള്ളത് കൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് മരങ്ങൾ ആരും മുറിക്കല്ലേ വെട്ടല്ലേ. ഇവിടെയാണ് ഗൈസ് കാപ്പിലെത്തിയിരിക്കുന്നു നമ്മളത്. മറ്റേ അവിടെ നിന്ന് ആണെങ്കിൽ നടന്നു പോവാം. ബീച്ചിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സൺസെറ്റ് ഒക്കെ നമുക്ക് കാണാം.
നമുക്ക് കാണാം ഗൈസ്. കുറെ നാളായി നമ്മൾ കാപ്പിൽ ബീച്ചിൽ വന്നിട്ട്. കുറെ നാളായല്ലേ? കാപ്പിൽ ബീച്ച് എത്തിയിരിക്കുന്നു ഗൈസ്. നമ്മള് കാപ്പിൽ ബീച്ച് എത്തിയിരിക്കുന്നു. അടുത്ത ആ പോയിന്റും വരുന്നതാണ്. നമ്മൾ കാപ്പിൽ ബീച്ചിനെ ഇവിടെ നമ്മൾ ഇവിടെ നേരെ കാണുന്നതാണെങ്കിൽ കാപ്പിലോട്ട് ഇറങ്ങുന്ന ഫുൾ വ്യൂ. നിങ്ങൾ കാണാൻ പോകുന്നത് കാപ്പിൽ ബീച്ചിലോട്ട് ഇറങ്ങുന്ന ഫുൾ വ്യൂ ആണ് നമുക്ക് കാണാം. ഗൈസ് ഇതാണ് കാപ്പിൽ ബീച്ച് എത്തിയിരിക്കുകയാണ്. ബീച്ച് എത്തിയിരിക്കുകയാണ്. പാലം നമ്മൾ കയറാൻ പോവുകയാണ്. ഒരു ബേക്കിൽ നമ്മൾ ഒരുപാട് മുന്നേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആർച്ച് കണക്കാണ് ഈ ബദാമരം നിൽക്കുന്നത്. അതായത് കണ്ട, കായലും കടലും ഇതാണ് കായലും കടലും ഒന്നിക്കുന്ന ഒരു സ്ഥലം കാപ്പിൽ ബീച്ച്. അടിപൊളി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ ഗൈസ്? നിങ്ങൾക്ക് നമ്മളെ നാട് ഇഷ്ടപ്പെട്ട് കാണും എന്ന് അവിടെ കണ്ടാ അവിടെ എല്ലാം ഇറങ്ങാം. നമുക്ക് ഇവിടെ ഇറങ്ങിയല്ല, അത് ഇവിടെയാണ് വണ്ടി ഒതുക്കിയിട്ട് നടന്നു പോകും. നല്ല തിരക്കാണ്. സൺഡേ അല്ലേ, അപ്പം അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബീച്ചിലെത്തി. ബീച്ച് എക്സ്പ്ലോർ ചെയ്യാണ്. എക്സ്പ്ലോർ. കുറെ പയ്യൻസ് ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്. മാക്സിമം നമ്മൾ ഉള്ളിലോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. പറ്റുമെങ്കിൽ നമുക്ക് പോവാം. നല്ല തിരക്കാണെന്ന്. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അല്ലാത്തൊരു ദിവസം വന്നിരുന്നെങ്കിൽ കുഴപ്പം ഇത്രയും തിരക്കൊന്നും കാണത്തില്ല. നമുക്ക് നോക്കാം. കടലും കായലും കൂടെ എടുക്കുന്ന ഒരു വിസ്മയ കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ വിസ്മയ കാഴ്ചയൊന്നും പറഞ്ഞില്ല, ആൾക്കാർ പൊങ്കാലയിടും. ആഴമൊന്നുമില്ലേ? അത് നിനക്കെങ്ങനെ അറിയാം? അതൊക്കെ എനിക്ക് അറിയേണ്ട. ആൾക്കാർ ഇറങ്ങല്ലേ, പിന്നെന്ത് കണ്ണുണ്ട്.